ദീപാവലിയൊക്കെ കാരണം നമ്മൾ ഷുഗർ ചലഞ്ചാണ് ചെയ്യാൻ പോണത്. നമ്മൾ വന്നേക്കുന്നത് ബാസ്കിൻ റോബിൻസിലാണ് വന്നേക്കുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് 1 kg കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ കിട്ടും. അതേപോലെ നിങ്ങൾക്ക് എത്ര ഗ്രാം വേണമെങ്കിലും കഴിക്കാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് പൈസ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇനി വരുന്നവർ എങ്ങനെ നമ്മുടെ ഫോളോവർ ആണെങ്കിൽ ഇത് നേരെ ഡബിൾ, അതായത് 1 kg കഴിക്കുമ്പോൾ 1000 രൂപ കിട്ടണമെങ്കിൽ നേരെ 2000 രൂപ കിട്ടും. പക്ഷേ ഇത് നമ്മളുടെ സൂപ്പർ ഫോളോവർ ആണെങ്കിൽ മാത്രം, അതായത് നമ്മുടെ മെയിൻ വീഡിയോയും കണ്ട് ലൈക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു സ്കീം വർക്കാവും. ഇനി അല്ല നമ്മുടെ ഫോളോവർ ആണെങ്കിൽ അവർക്ക് 500 എക്സ്ട്രാ കിട്ടും. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇനി നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതേതാ സ്ഥലം? കലൂർ കടവന്ത്ര ആ റോഡിലാണ് നിൽക്കുന്നത്. ഇവിടെ നല്ല കിടിലം മഴ വരാൻ പോകുന്നുണ്ട്. ഇതിന് മുന്നേ നമുക്ക് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഒരാളെ നമുക്ക് കണ്ടുപിടിക്കണം. ഇത് ടാസ്ക്കാണ്. ഞാൻ നോക്കിയിട്ട് ഒരു മനുഷ്യരെയും കാണാനില്ല. എങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവരോ ചലഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇപ്പം തന്നെ എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചേക്ക്. എടാ ഒരു ജിമ്മിൽ നിന്നൊരു ജിമ്മൻ ഇറങ്ങി വന്നിട്ടാ. ചോദിച്ചു നോക്കട്ടെ. മഴ പെയ്യണ്ട അങ്ങോട്ട് പോകാൻ പറ്റില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ മൈക്ക് സീനാക്കും. ബ്രോ കണ്ടിട്ട് വല്ലതും വന്നായിരുന്നാ? കണ്ടിട്ടൊന്നും വന്നാലല്ല? ഇല്ല, അതൊന്നും കയറിക്കാവോ? ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയത് നമ്മളെ ഒരു ഫുഡ് ചലഞ്ച് ചെയ്യുന്നുണ്ടോ? പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ജിമ്മന്മാർക്ക് പറ്റിയ ചലഞ്ച് അല്ല. എന്താണ്? ബാസ്കിൻ റോബിൻസ് ഐസ്ക്രീം പറ്റുമോ? എങ്ങനെയാന്ന് വെച്ച് ട്രൈ ചെയ്യാതെ ആളെ കിട്ടിയാ ഇത്രയോടെ കിട്ടിയാ? എടാ 2 കാര്യങ്ങളുണ്ട്, അതൊന്ന് പറഞ്ഞു തീർത്തേക്കട്ടെ. സംഭവം സുഖമാണ്. അതായത് ഇതാ കാണുന്ന ഇല്ല ഒരു ബക്കറ്റ് കണ്ട, ഇതാ കാണുന്ന ബക്കറ്റ് കണ്ട, അത് 1 kg ഉണ്ടാവും. ഏതാ? പിങ്കോ? ആ പിങ്ക് 1 kg ഉണ്ടാവും. സ്മോൾ കോൺ ഇത്രേ ഉണ്ടാവുള്ളൂ. 1 kg ഉണ്ടാവും. അത് 1000 ഗ്രാം ഉണ്ടാവും. അത് കഴിച്ച് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് 1000 രൂപ കിട്ടും. ഓക്കെ. പിന്നെ നീ അവിടെ നിന്ന് ഒരു കോൺ എടുക്കുവാന്ന് വെച്ചോ, അതൊരു 150 ഗ്രാം ഉണ്ടെന്ന് വെച്ചോ, അപ്പം നിനക്ക് അത് നിന്റെ കൂട്ടത്തെ ആടാവും. അതേപോലെ നീ എത്ര ഗ്രാം കഴിക്കുന്നു അതനുസരിച്ച് നിനക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കും. കാലറിയാണ്. പക്ഷേ മിനിമം നീ 1000 ഗ്രാം കഴിക്കണം, കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നോ? പോപ്പോയി എന്നാണ് നമ്മുടെ അക്കൗണ്ടിന്റെ പേര്. ഒരു 7 ലക്ഷം. പിന്നെ നമുക്കൊരു 7 ലക്ഷം ഫോളോവേഴ്സ് യൂട്യൂബിലുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്കൊരു 1.5 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. ഓക്കെ. നമ്മുടെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലേ, നമ്മുടെ ഫോളോ ചെയ്ത് നമ്മുടെ മെയിൻ വീഡിയോ കാണുന്ന ആളാണെങ്കിൽ ഇതിന് നിനക്ക് ഡബിളാ പൈസ. അതായത് 1 kg കഴിക്കണതിന് നിനക്ക് 2000 രൂപ കിട്ടും. പിന്നെ നീ 100 രൂപ കഴിച്ച് 200 രൂപ കിട്ടും. അങ്ങനെ ഡബിൾ അടിച്ചോണ്ടിരിക്കും. ഇല്ല? ശരിയല്ലേ? അപ്പൊ കുഴപ്പമില്ല. നിനക്ക് ഓക്കെ അല്ലേ? പാർട്ടിസിപ്പേറ്റ് ചെയ്യാലോ? മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് മിനിമം 1 kg എങ്കിലും കഴിക്കണം. ഇല്ലെങ്കിൽ ഒരു 500 രൂപ എനിക്ക് തരണം. പറ്റുമോ? നമുക്ക് പറ്റിയ ഒരാളെ കയ്യൊക്കെ മസിലാസ് ഡബിൾ പൈസ എടുത്തേ. ബാ അമ്പോ കിട്ടില്ല ഇടി കൊടുക്കാം. ഷൈയൊന്നും അടിക്കാൻ കേട്ടാ. എടാ സിമ്പിൾ സിൻ. ബാ നമുക്ക് ആളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആളെ കിട്ടിയിട്ടുണ്ട്. പേരെന്തായിരുന്നു ബ്രോ? ശ്രീലാൽ. ഓക്കെ, സെറ്റ്. തിന്നങ്ങോട്ട് സെറ്റ് ആക്കുക. നീ മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? 1000 ഗ്രാമിലേക്ക് ടാർഗറ്റ് ചെയ്യും. അതായത് 1 kg. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോണേ? നിന്റെ ഇഷ്ടം. നീ അങ്ങനെയെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോ. 500 ഗ്രാം വരുന്നത്. ഇത് 500 ഗ്രാം ആണോ? 1 kg അല്ല? ഓഹോ ഓക്കെ. കുറച്ച് പാടുവിട്. ഇല്ല, കഴിക്കാൻ പറ്റും നിനക്ക്. ആദ്യം നമുക്ക് നീ ഒരു പണി. ഇത് എൻ്റെ ഒരു സജഷനാണ്. ഞാൻ ബാക്കിയൊക്കെ നോക്കിയിട്ട് ഈ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് കുറച്ചുകൂടി എന്താ പറയുക ഫില്ലായി പോകും. ഇതാകുമ്പോൾ ഐസ്ക്രീം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പം നീ ഒരു സജഷനാണ് കേട്ടോ. നീ ഒരു ഐസ്ക്രീം ഒരു 500 ഗ്രാം ഇതിൽ സെറ്റ് ചെയ്യണം. ഓക്കെ. എന്നിട്ട് നീ ഇതേപോലത്തെ ഐറ്റംസ് ഇല്ലേ, ഇതേപോലത്തെ ഐറ്റംസ് ഒക്കെ എടുക്കുവാണെങ്കിൽ ഇതേപോലത്തെ ഐറ്റംസ് ഒക്കെ എടുക്കുവാണെങ്കിൽ ഇത് പറഞ്ഞാൽ 130-120 ഗ്രാം ഒക്കെ ഉണ്ടാവും. അപ്പൊ അതേപോലത്തെ ഒരു 3 ഐറ്റവും കൂടിയൊക്കെ വരുവാണെങ്കിൽ തന്നെ ഏകദേശം നിനക്ക് കവർ ചെയ്യാൻ പറ്റും 1000 ഗ്രാം. ഓക്കെ. ഇത് പ്ലസ് നീ വേറെ ഏതെങ്കിലും ഒരു 3 ഐറ്റംസ് ഒക്കെ എടുക്കുമ്പോ തന്നെ ഏകദേശം തീർക്കാൻ പറ്റുവാ. അപ്പൊ 500 ഗ്രാമിന്റെ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവർ അങ്ങോട്ട് നോക്കിയിട്ട് സെറ്റ് ചെയ്തു. എടാ നിനക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാ? ചോക്ലേറ്റ് വാനില മതിയാ? നല്ലേക്ക് ഇറങ്ങി പോവാ. ഞാൻ ചോക്ലേറ്റിലേക്ക് ആളാണ്ടാ. ഓക്കെ, നീ ഇഷ്ടമുള്ള സാധനം പറഞ്ഞു. നിന്റെ ഇഷ്ടമല്ല, അത് കഴിഞ്ഞിട്ടുള്ള ഒരു കാൽക്കുലേഷൻ നീ സെറ്റ് ചെയ്ത് വെക്ക്. ഇപ്പൊ നമ്മ 500 ഗ്രാം എത്തി. ഇനിയുള്ള 500 ഗ്രാം എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും? പറ, ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാടാ. നിനക്ക് വേണമെങ്കിൽ കേക്ക്സ് കഴിക്കാം. ഇത് കണ്ടോ, കേക്ക്സ് കഴിക്കാം. ഇത് ഒരെണ്ണം എടുക്കുവാണെങ്കിൽ അതൊരു ഐഡിയ കേട്ടാ. ഇത് ഒരെണ്ണം എടുക്കുവാണെങ്കിൽ ഇല്ലേ 100 ഗ്രാമായി. 100 അല്ലേടാ ഇത് ഒരെണ്ണം മേളിലത്തത്. ഇത് ഒരെണ്ണം എടുക്കുവാണെങ്കിൽ 100 ഗ്രാമായി. ഓക്കെ. അപ്പൊ ഇത് തന്നെ 500 കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോ ഇല്ലേ ഇതേപോലത്തെ ഒരു കുഞ്ഞു കേക്ക് അത് ഒരെണ്ണം കഴിക്കുമ്പോൾ 100 ഗ്രാമായി. അപ്പൊ 600 ആയി. പിന്നെ ഒരു 4 എണ്ണം കൂടി കഴിച്ചാൽ മതി. മനസ്സിലായ? മഴയത്ത് നടത്താൻ പറ്റിയ ചലഞ്ചാണ് കേട്ടോ. മഴയത്ത് നല്ല തണുപ്പാണ് പുറത്ത്. ആ സമയത്ത് ഐസ്ക്രീം ചലഞ്ച്.
നമ്മളെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയാൽ കിട്ടാ. നീ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു. ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കൊല്ലത്തുള്ള, കൊച്ചിയല്ല. കൊല്ലത്തുള്ളതാണ്. അതൊന്നും കുഴപ്പമില്ല, ഞാൻ കൊല്ലത്തൊക്കെ വന്ന് വീഡിയോ ചെയ്യാറുണ്ട്. പിന്നെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ മെയിൻ വീഡിയോ ഒക്കെ കാണുന്നവരാണെങ്കിൽ ഡബിളാ എമൗണ്ട് ഡബിളാ എന്തായാലും പോയി POPOYY. ഇല്ല ഫോളോ ചെയ്തിട്ടില്ല, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ല, യൂട്യൂബ് ഫോളോ ചെയ്തിട്ടില്ല. ഫോളോ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഫോളോ ചെയ്തിട്ടുണ്ട്. ഓർത്ത് നല്ല കിടിലം മഴ നടന്നിട്ടേക്കുന്നുണ്ടാ. കറക്റ്റ് അതിനകത്ത് കയറി നമ്മുടെ ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോലെയാണ്. 525 ഗ്രാമിന്റെ ഐസ്ക്രീം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 20 മിനിറ്റ് ആണ് ടൈം. ഇത് നീ കഴിച്ചു തീർക്കുക. ഇതൊരു 10 രൂപ കഴിച്ചു തീർത്ത് ഞാൻ ബാക്കി ഫുള്ള് കേക്കൊക്കെയാണ്. 10-15 മിനിറ്റ് എടുക്ക്, 5 മിനിറ്റ് എടുത്തു, കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ നോക്കിയിട്ട് ടൈമൊക്കെ നോക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തരാം. അപ്പൊ നമുക്ക് ടൈം സ്റ്റാർട്ട് ചെയ്തേക്കാലോ. പിന്നെ എന്ത് നോക്കാനടാ, അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. നമ്മുടെ ടൈം സ്റ്റാർട്ട്സ് നൗ. ഐസ്ക്രീം ഇങ്ങനെ മറ്റേ മെൽറ്റ് ആയിട്ടില്ല, അങ്ങ് ഇറങ്ങി പോകും. ഞാൻ തന്നെ ഓർക്കണേ, ഇത് ഇപ്പോഴാണ് നമ്മൾ ഈ ചലഞ്ച് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോളോവർ ആയിരുന്നെങ്കിൽ നേരെ ഡബിൾ എമൗണ്ട്. അത് സെറ്റ് പരിപാടി ആട്ടാ. ഒരു ഇതേപോലെ ഇത് കഴിച്ചു കഴിയുമ്പോൾ പിന്നെ കേക്കൊക്കെ എടുത്ത് കഴിക്കുവാണെങ്കിൽ ഒരു നിസ്സാരമായിട്ട് എനിക്ക് തോന്നുന്നു 100 ഗ്രാം കഴിക്കുമ്പോൾ 200 രൂപ കിട്ടും. പിന്നെയും കിട്ടിക്കൊണ്ടേയിരിക്കും. അതേപോലെ 1 kg കഴിക്കുമ്പോൾ 2000 രൂപ കിട്ടും. സെറ്റ് സാധനം വരുന്നു. എന്തായാലും ഇപ്പൊ തന്നെ എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചേക്ക്. കുഴപ്പമില്ല, കുറച്ച് ഹെൽപ്പൊക്കെ ഞാൻ ചെയ്യാവേ. കൊല്ലത്താണോ സ്ഥലം? കൊല്ലത്ത് നമ്മൾ കരുനാഗപ്പള്ളിയിൽ വന്നിട്ട് കരുനാഗപ്പള്ളിയുടെ മാക്ഡോണൽസിൽ വന്നിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. സമയം നമുക്ക് ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇടാ 1 മിനിറ്റ് സിമ്പിൾ ഇട്ടിച്ചോ. ഏകദേശം മേളിലത്തെ ടോപ്പ് ഓൾമോസ്റ്റ് കുറച്ച് തീർന്നിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് ബാക്കി വെള്ളമൊക്കെ ഇവിടെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മഴ പെയ്യണോട്ടിൽ ചലഞ്ച് നാളെ എടുത്താലോ എന്നൊക്കെ ഓർത്ത് ഞങ്ങൾ നിൽക്കണായിരുന്നു. അപ്പോഴാ സാധനം ഒരാളെ നെഞ്ചു വെച്ച് മറ്റേ മസിലൊക്കെ ആയിട്ട് തന്നെ ഒരാള് ഒന്നും നോക്കിയില്ല, ചോദിച്ചു, അപ്പൊ തന്നെ സമ്മതിച്ചു. നീ ഇവിടെ ധൃതി കൊല്ലത്ത് പോണായിരുന്നാ? ഇല്ല, ഓക്കെ. ഏകദേശം കുറച്ച് തീർന്നിട്ടുണ്ടാ. ഈ ഒരു 3/4 പോർഷനും കൂടി തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 500 തീർക്കും. അത് കഴിയുമ്പോൾ നമ്മൾ ടൈം പോസ് ചെയ്യും. എന്നിട്ട് നമ്മൾ അടുത്ത് ഓർഡർ ചെയ്യാൻ പോകും. സംഭവം ഏകദേശം ഇനി ഒരു 3/4 പോർഷനും കൂടിയല്ല ഉണ്ടാ. 2.5 മിനിറ്റ് കൊണ്ടിട്ട് തന്നെ ഓൾമോസ്റ്റ് തീർത്തിട്ടുണ്ട്. നമ്മൾ വന്നേക്കണത് കലൂർ കത്തർക്കടവിലുള്ള ബാസ്കിൻ റോബിൻസിനാണ് നമ്മൾ വന്നേക്കണത്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ചലഞ്ച് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ടാ. എനിക്ക് തോന്നുന്നു ഇവിടെ കുറേ പേര് ഈ ബാസ്കിൻ റോബിൻസ് റെക്കഗ്നൈസ് ചെയ്യുന്നതാണ്. കാരണം ഇവിടെ കൂടി മറ്റേ സ്കൂൾ പിള്ളേരൊക്കെ പോകണതാണ്. നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റും ഈ സ്ഥലം. നമ്മൾ ഇവിടെ വന്നിട്ടാണ് ഈ ചലഞ്ച് ചെയ്യുന്നത്. അടുത്ത ചലഞ്ച് നമ്മൾ മിക്കവാറും MG റോട്ടിലേക്ക്. സ്ഥലമൊന്നും ഞാൻ പറയുന്നതല്ല, പക്ഷേ MG റോട്ടിലായിരിക്കും ചിലപ്പോൾ ചലഞ്ച് കേട്ടോ. ഓക്കെ, എടാ പറഞ്ഞിട്ടിരിക്കാൻ നേരത്ത് സംഭവം ഏകദേശം തീരുമാനമാക്കിയിട്ടുണ്ട് ഇവൻ. 3.5 മിനിറ്റ് കൊണ്ട് തന്നെ ഇനി ഏകദേശം ഒരു പകുതിയൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം ഇടയ്ക്ക് കുറേ ഗ്യാപ്പുകളൊക്കെ ഉണ്ട്. ഒരു പകുതിയൊക്കെ ഉണ്ടാവുള്ളൂ. ടേസ്റ്റ് ഉണ്ടടാ. ഓൾമോസ്റ്റ് പകുതിയാകാൻ പോണത് ഒരു 5 മിനിറ്റിനുള്ളിൽ ഇവനെ ഏകദേശം പകുതിയാക്കണുണ്ട്. താഴത്തേക്ക് വരുമ്പോൾ വണ്ണം കുറച്ച് കുറഞ്ഞു വരും. അപ്പോൾ ഓൾമോസ്റ്റ് പകുതിയാക്കണത് 5 മിനിറ്റ് കൊണ്ട് തീരും. അങ്ങനെ നോക്കിയാൽ ഇവനിത് തീർക്കാനായിട്ട് ഒരു 11 മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ സെറ്റായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നീ ഇത് ടാർഗറ്റ് ചെയ്യും. ഒരു 15 മിനിറ്റ്, മാക്സിമം 15 മിനിറ്റിനുള്ളിൽ തീർക്കാൻ നോക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ടൈം ഒക്കെ സെറ്റ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് നോക്കിയിട്ടാണെങ്കിലും നമുക്ക് അടുത്ത ചലഞ്ച് നമുക്ക് സെറ്റ് ചെയ്യണം. തീരും. മിനിമം നീ 1000 രൂപയെങ്കിലും വാങ്ങിച്ചിട്ടേ പോകുള്ളൂ ഇവിടെ നിന്ന്. എങ്ങനെ നീ ഫോളോവർ ആയിരുന്നെങ്കിൽ 2000 എങ്കിലും കിട്ടിയാൽ അതെ. കാണുന്നത് എന്തായാലും ഇപ്പം തന്നെ ഫോളോ ചെയ്ത് വെച്ചേക്കും. നമ്മൾ ഡിസ്ട്രിക്റ്റിൻ്റെ പരിപാടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയും നമ്മൾ ഡിസ്ട്രിക്റ്റ് വരും. മിക്കവാറും നെക്സ്റ്റ് ഡിസ്ട്രിക്റ്റ് നമ്മൾ ചെയ്യണത് മിക്കവാറും കോട്ടയോ ഒക്കെ ആയിരിക്കും മിക്കവാറും. അവിടെ സമയം നമുക്ക് ഏകദേശം ഒരു 5.5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 5.5 മിനിറ്റ് ആകുന്ന സമയത്ത് തീർക്കൂടെ? ഇപ്പൊ തീർക്കും. മഴയത്ത് ചെയ്യാൻ പറ്റിയ ചലഞ്ചാണ് കേട്ടോ. ഓൾമോസ്റ്റ് നമ്മൾ 7 മിനിറ്റ് ആകാൻ പോകണം കേട്ടോ. പട്ടപ്പട്ടേ ആയിക്കോട്ടെ. എണീറ്റൊന്ന് കഴിക്കണം. ഇരുന്ന് കഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എണീറ്റൊന്ന് കഴിക്കാൻ വേണമെങ്കിൽ കുഴപ്പമില്ല. എണീറ്റൊന്ന് കൈ പിടിച്ച് ഇങ്ങനെ കഴിക്കാം. സൂപ്പറായിട്ട് തീരും. മെൽറ്റ് ആക്കണേണോ? ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇടിച്ചാൽ മതി. അങ്ങനെ പിടിച്ച് 2 കുത്തക കൊടുത്തു കഴിയുമ്പോൾ വേണ്ട, സാധനം മെൽറ്റാവും. കുറച്ചും കൂടി ഉള്ളു. എന്നാൽ ആഞ്ഞ് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ സാധനം തീരും. പിന്നെ അമ്മ എന്തായാലും അടുത്ത സാധനം കൂടി ഓർഡർ ചെയ്യൂട്ടാ. എടാ പറ്റൂടാ. എന്തോരം ഇനി സിമ്പിളാണ്. പോട്ടെ 7 മിനിറ്റ് 45 സെക്കൻഡ്, 8 മിനിറ്റും 33 സെക്കൻഡും കൊണ്ടിട്ട് അതെന്ത് സ്ട്രാറ്റജിയാണോ? അത് കൊള്ളാട്ടാ. തുരന്നെടുത്ത് അത്രയും കൂടി ഉള്ളു. തീർന്ന്. അപ്പോൾ അതിസാഹസികമായിട്ട് നമ്മൾ 500 ഗ്രാം ഇപ്പം തീർക്കും. അപ്പോൾ 500 കിട്ടി. സബ്ബായിരുന്നെങ്കിൽ 1000 കിട്ടിയേനെ. കുഴപ്പമില്ല, 500 കിട്ടും. നീ ഇനി ഒരു 500 ഗ്രാം കൂടി കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ സേഫായി. നോക്ക്, നിന്നെ കൊണ്ട് പറ്റണത് നമ്മൾ ചെയ്യും.
നിനക്ക് പറ്റുമെങ്കിൽ നമ്മൾ ചെയ്തിരിക്കും അത്. അതിൽ ചെറിയ ഹെൽപ്പൊക്കെ ഞാനും ചെയ്യണം. ഞാൻ അത്രയും വലിയ ടാസ്ക് ഒക്കെ ഏറ്റെടുക്കുവാണെങ്കിൽ ഞാനും ഹെൽപ്പ് ചെയ്യുന്നില്ല. ആ സ്പോർട്സ് സയൻസ് വേണ്ടിയിട്ട് നമ്മൾ കണ്ടില്ല എന്ന് നോക്കൂല. ഇങ്ങനെ മോട്ടിവേഷൻ തരല്ലേ എന്നല്ലേ. സമയം നമുക്ക് ഏകദേശം 10 മിനിറ്റ് ആകാൻ പോകണ്ട. 10 മിനിറ്റ്. ഞാനതെല്ലാം ആലോചിക്കണം. സാധാരണ കുറച്ച് ഐസ്ക്രീം ഇത്തിരി തണുത്ത കഴിക്കാൻ നേരത്ത് ബ്രെയിനൊക്കെ അങ്ങോട്ട് ഫ്രീസ് ആവും. എന്നൊക്കെ ആ പ്രശ്നം കിട്ടണല്ലോ അധികം. അതൊന്നുമില്ല. സമയം നമുക്ക് 10.5 മിനിറ്റ്. ഇത് നമുക്ക് എന്തായാലും ഫോളോവറിന് ഒരു അഡ്വാൻറ്റേജ് ഉള്ള രീതിക്കായിരിക്കും നമ്മൾ എന്തായാലും ചലഞ്ച് ചെയ്യാൻ പോണത്. അത് മാത്രമല്ല, ചിലപ്പോൾ ചലഞ്ച് ഫോളോവേഴ്സിന് മാത്രമുള്ള ചലഞ്ചും വരും. അത് നമ്മൾ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്നായിരിക്കും ആളെ പിക്ക് ചെയ്തിട്ട് ചില ചലഞ്ച് നടത്തണേ. അപ്പൊ ഇപ്പൊ തന്നെ എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചു. ഓക്കെ, കുറച്ചേ ഉള്ളു. ഓക്കെ, സെറ്റ് മതി. സെറ്റാണ്. ദേ സ്റ്റോപ്പ്. എണീറ്റോ നമുക്ക് അടുത്ത സാധനം ഓർഡർ ചെയ്യാവുന്നു. സെറ്റാക്കി ഇരിക്കും. ഓക്കെ, നമ്മ 12 മിനിറ്റിനുള്ളിൽ ഇവൻ ഇവിടെ ഐസ്ക്രീം ഇത്രയും 500 ഗ്രാം തീർത്തിട്ടുണ്ട്. ഇനി ഒരു 500 ഗ്രാമിന്റെ ഇതും കൂടി നമ്മൾ സെറ്റ് ചെയ്യണം. ഐസ്ക്രീം കഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഞാൻ പറയുന്നില്ല. നിനക്ക് ഇവിടെ നിന്ന് ഇത് കണ്ട, അതെ കേക്ക് പറയാം. ഇത് കണ്ട, ഇത് കണ്ട, ഇതൊക്കെ കഴിക്കാൻ പറ്റില്ലേ? അത്രയും വലുതാ. എടാ ഇത് പറ്റില്ലേ? അതൊക്കെ 100 ഗ്രാം കയറി അപ്പൊ തന്നെ. പിന്നെ 400 ഗ്രാം കറക്റ്റ് ചെയ്താണ് നമ്മള്. അടുത്തേക്ക് 100 ഗ്രാം കഴിച്ചാൽ 100 വെച്ചു. 100 കിട്ടിയല്ല അപ്പൊ തന്നെ. പിന്നെ ഇനി 400 കഴിച്ചു സേഫ് ആയി. എന്തായാലും 100 എടുത്തു. അപ്പൊ ഒരു 100ന്റെ ഒരെണ്ണം എടുത്തോ കളി. അന്നൊരു 100 എടുത്തത്. ഏതാ പറയാ മോളെ? ഒറ്റ പീസ്. അത് ചിലപ്പോ എനിക്ക് തോന്നുന്നു 90 ഉണ്ടാവുള്ളൂ. നോക്ക് നീ എത്ര ഉണ്ടാവും? റെഡ് വെൽവെറ്റ്. എത്ര ഗ്രാം ഉണ്ടാവും? 90. 90. അത് കുഴപ്പമില്ല. നീ മറ്റേ 525 മറ്റേത് കയറിയല്ല. അപ്പൊ ഇത് എടുക്കുമ്പോ തന്നെ ഏകദേശം ടാലി ആയിക്കോളും. കുഴപ്പമില്ല. അങ്ങനെ അതെടുത്തോ, അവന് ഇഷ്ടപ്പെട്ട എടുത്തോ, റെഡ് വെൽവെറ്റ് എടുത്തോ. അപ്പൊ ഇപ്പോ ഏകദേശം നമുക്ക് ആയേക്കുന്നത് 615 ഗ്രാം ആയിട്ടുണ്ട്. അത് കേക്ക് കേട്ട് കേക്ക് തീർന്നിട്ട് നമ്മൾ അടുത്തത് എടുക്കുന്നതായിരിക്കും. അയ്യോ തുറന്നു. ഇവിടെ വേറെ കുറെ ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട്. കേക്ക് തീർക്കട്ടെ. കേക്ക് തീർക്കുമ്പോ 615. പിന്നെ ഒരു 400 കൂടി ആയാൽ മതി. എത്രയുണ്ട്? മതി. 96 ഗ്രാം ഇടാ കേക്ക് ഏകദേശം. 2 കേക്ക് എടുക്കണം. ഒരു പീസോ? 2 പീസ് എടുക്കണം. ഇത്ര ഇത് എത്ര ഉണ്ട്? 96 ഗ്രാമോ? വേറെ ഒരെണ്ണം കൂടി എടുക്കണം. ഇത് കഴിച്ചു പറഞ്ഞാ മതി. ഇത് ഏകദേശം 96 ഗ്രാം ഇടാ. ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, ഇതും കൂടി കഴിച്ച് തീർക്കുവാണെങ്കിൽ ഇവൻ അച്ചീവ് ചെയ്യുന്നത് 615 ഗ്രാം കംപ്ലീറ്റ് ചെയ്യും. സിമ്പിളായിട്ട് തീരും. എങ്ങനെയുണ്ട് സാധനം? നൈസാണല്ലേ? ഐസ്ക്രീം ആണല്ലേ? ഇതും ഐസ്ക്രീം ആണല്ലേ? സ്പോഞ്ച് അല്ല ആണല്ലേ? സെറ്റ്. ഇനി കഴിച്ചു വെച്ചാൽ അങ്ങോട്ട് നോക്കി കഴിക്കുക. സമയം നമുക്ക് അടുത്ത ടൈം പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കഴിച്ച് തീർന്നു കഴിയുമ്പോൾ അടുത്ത സാധനം ഓർഡർ ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റാക്കാം. നീ പെട്ടെന്ന് ആയിക്കോട്ടെ. ടൈം പോൺ. സിമ്പിളായിട്ട് പെട്ടെന്ന് തീരൂലേ? സിമ്പിളായിട്ട് തീരും. 615 ഗ്രാം ആയിട്ടുണ്ട് കേട്ടോ. 1000 ഗ്രാം എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1000 രൂപ കിട്ടുക. ഫോളോവറും നമ്മുടെ മെയിൻ വീഡിയോയും കാണുമായിരുന്നെങ്കിൽ 2000 രൂപ ഇട്ട് പോകുമായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇതേപോലത്തെ പീസ് കേക്ക് എടുക്കാം. സിമ്പിളായിട്ട് നീ തീർത്തില്ലേ? ഒരു പീസും കൂടി എടുക്കാൻ വേണമെങ്കിൽ ഒരു പീസും കൂടി എടുത്താലോ? സെറ്റ്. ഏതെടുക്കണം? ചലഞ്ച് അങ്ങോട്ട് നോക്കി നിൽക്കും. ചലഞ്ച് തീർന്നിട്ട് നമുക്ക് പോസ് ചെയ്തിട്ട് എടുക്കാം. പെട്ടെന്ന് തീർത്തോ. 13 മിനിറ്റും 20 സെക്കൻഡും കൊണ്ടിട്ട് ഓൾമോസ്റ്റ് തീർന്നു. അതും കൂടി തീർന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. നമുക്ക് 13 മിനിറ്റും 33 സെക്കൻഡുമായിട്ടാ കഴിഞ്ഞു. 13 മിനിറ്റ് 40 സെക്കൻഡും കൊണ്ടിട്ട് ഇവൻ അതും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 615 ഗ്രാമായി. ഇനി ഏതാ ചോക്ലേറ്റ് പോലെ വല്ലതൊക്കെ എടുക്കുക. ഇനി ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം കൂടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ 100 ഗ്രാം ആവും. അപ്പോൾ 715 ഒരു 100 ഗ്രാമിന് എടുത്താൽ മതി. എന്നിട്ട് നീ ബാക്കിയുള്ളതും കൂടി എടുത്തോ. അല്ലെങ്കിലേ ഇടക്ക് വെച്ച് നമ്മൾ പോസ് ചെയ്യേണ്ടി വരും. ഇതിവിടെ കൊടുത്തോ. വെറുതെ എടുത്ത് കുഴപ്പമില്ലടാ, തീർക്കാടാ, നമുക്ക് തീർക്കടാ. നീ തീർത്തിട്ട് ഞങ്ങൾ തീർത്തോളാം വരെ. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കൂടി ആകുമ്പോൾ 715 ഗ്രാം ആവും. ഇനി നീ എടുക്കേണ്ടത് ഇത് പ്ലസ് ഇനി ഒരു 300 ഗ്രാമിന്റെ ഐറ്റം കൂടി എടുക്കണം. അങ്ങനെയാണെങ്കിൽ പരിപാടി നമുക്ക് തീർക്കാം. ട്രൈ ചെയ്യാം. അപ്പൊ അടുത്ത് ഒരു 300 ഗ്രാമിന്റെ ഐറ്റം നമുക്ക് എന്ത് പിടിക്കാൻ പറ്റൂടാ? അങ്ങനെ എടുക്കും. അല്ല, ഈ ഐറ്റം കട്ട് ചെയ്ത് അത് ഈ സൈസ് എടുത്താൽ മതി. ഇതേപോലത്തെ എടുത്താൽ മതി.
എടാ ഈ കേക്കില്ലേ നീ കട്ട് ചെയ്യണോ ചെയ്യണത്? അത് നമുക്കൊരു 200 ഗ്രാം ആക്കാൻ പറ്റില്ലേ? എങ്കിൽ ഇതൊരു 200 ഗ്രാം ആക്കി കട്ട് ചെയ്യട്ടെ. അങ്ങനെ ഇടും. അപ്പൊ ഇതും അപ്പൊ ഒരു പണി മത്തടിക്കും. അല്ലെങ്കിൽ മത്തടിക്കും അല്ലേ? ഓക്കെ, കണക്ക് വേണം. ഇപ്പൊ 615 ഇതൊരു 100 ഗ്രാം കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ 715 ആവും. ഒരെണ്ണവും കൂടി ഇതേപോലത്തെ എടുക്കാം, അപ്പൊ 800 ആയി. പിന്നെ ഒരെണ്ണം എന്തായാലും ചെറിയൊരു ഐറ്റം കൂടി എടുത്തു കഴിഞ്ഞാൽ പരിപാടി തീർന്നു ഇവിടെ. ഇത് എത്ര ആയിരുന്നടാ? 115 അല്ലേ? നിക്ക് ഞാൻ പറയാം. ആദ്യം എടുത്തത് 525 പ്ലസ്, രണ്ടാമത് നമ്മൾ എടുത്തത് അത് 96 96 പ്ലസ്, ഇപ്പൊ എടുത്തത് 115. ടോട്ടൽ 736 ആയിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമ്മൾ എടുക്കാൻ പോണേ. അടുത്ത എടുക്കണ ബ്രൗണിയാ. അപ്പൊ അതൊരു പീസ് എടുത്തോ. ഓക്കെ, 736 ഇപ്പൊ തന്നെ. ഇതും കൂടി പ്ലസ് 736 ആയിട്ടുണ്ട്. ഇതും ഒരു 100 സംതിങ് ഗ്രാം ഒക്കെ വെച്ചിട്ട് പിടിച്ചോളാം. 150 ഗ്രാം അങ്ങനെയൊക്കെ വെച്ച് പിടിച്ചോ. അപ്പൊ തന്നെ ഏകദേശം ആവും. എത്ര? 150 അല്ലേ? ഒരു 150 ഗ്രാം വെച്ച് പിടിച്ചോ നീ. ഇത് ഓൾമോസ്റ്റ് 146 ഗ്രാം ഉണ്ട് കേട്ടാ. സെറ്റ് എടുത്തോ. 882 ഗ്രാമായി. അതായത് നീ ഇനി എന്തായാലും ഒരു ചെറിയൊരു സ്കൂപ്പോ ഡബിൾ സ്കൂപ്പ് തന്നെ വേണമെന്നില്ല തോന്നുന്നു. 2 സ്മോൾ സ്കൂപ്പ് എടുക്കുമ്പോ തന്നെ 1000. ഇപ്പൊ തന്നെ 882 ഇനി ഒരു 110 ഗ്രാമും കൂടി എടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ഇവിടെ. 133. അപ്പൊ 882 133 1015 ആവും. സെറ്റ് എടുത്തോ. ബാ നമുക്ക് അവിടെ തന്നെ പോയിരിക്കാല. അവിടെ തന്നെ ഇരിക്കാല. ഓക്കെ, നമ്മ അടുത്ത ഓർഡറൊക്കെ ചെയ്തേക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ടൊക്കെ ഇവിടെ പോണ്ട്. നമ്മ നേരത്തെ ഇരുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടാ ചലഞ്ച്. പിന്നെ ഓക്കെ, ക്ലാസിക് ഫുഡ് എടുത്തിട്ടുണ്ട് നമ്മള്. ഇത് ഏകദേശം ഒരു 115 ഗ്രാമോ സംതിങ് അങ്ങനെ ഉണ്ടാവും. ഷൂട്ടിംഗ് സ്റ്റാറിന്റെ 2 സ്കൂപ്പ് എടുത്തിട്ടുണ്ട്. ബവേറിയൻ ചോക്ലേറ്റിന്റെ ഒരു സ്ലൈസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത്രയും കൂടി കഴിച്ച് തീർക്കുവാണെങ്കിൽ 1015 ഗ്രാം നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫോളോവർ ആയിരുന്നെങ്കിൽ 2030 രൂപ കിട്ടും. നീ ആയതുകൊണ്ടിട്ട് 1000 രൂപ കിട്ടും. 1015 രൂപ കിട്ടും. 13 മിനിറ്റ് 43 സെക്കൻഡും ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ടൈം സ്റ്റാർട്ട് എഗെയിൻ സ്റ്റാർട്ട്. ഒരു കടി കടിച്ചു സാരല്ല, പോട്ടെ. 13 മിനിറ്റിൽ നമ്മൾ പിന്നെയും ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടി കഴിച്ചു തീർക്കുക. സമാധാനമായിട്ട് എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങാൻ. ഇനി കിട്ടിയാ കീറി കിട്ടിയാ അത്ര കിട്ടിയാ കുഴപ്പമില്ലല്ലേ? അവിടെ സീനാണ്ട് ഇവൻ പൊളിയാണ് ഇവൻ. കണ്ടാ ആള് സെറ്റാണ്. പണ്ട് നമ്മളൊക്കെ നേരത്തെ പറയുമായിരുന്നു മറ്റേ നമുക്ക് സൈസുള്ള ആൾക്ക് ചിലപ്പോൾ കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ആളങ്ങനെയല്ല, നല്ല അടിയാ. സമയം എന്താണ്? പെട്ടെന്ന് കഴിക്കുമ്പോനെ കുട്ട. വെള്ളമൊന്നും ഇവന് ആവശ്യമില്ലെന്ന് തോന്നുന്നു. അത് മാറ്റി വെച്ചേക്കാം. വെറുതെ ഇവനും വെറുതെ ഇട്ട വെള്ളമൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞേ. സിമ്പിളായിട്ട് കഴിച്ചു തീർക്കൊണ്ട് ആള്. ഒരു ചെറിയൊരു പീസ് എനിക്ക് തന്നെ. അത് ചെറിയ പീസൊന്നും അല്ല. ഒരു കടി കടിച്ചിട്ട് തന്നാ മതിടാ. ഓ അത് ഭയങ്കര ചെറുതായി. കൊള്ളാട്ടോ. ടൂത്ത് പേസ്റ്റ് എന്താണ്? സെൻസറൈനാണോ ഉപയോഗിക്കുന്നത്? അതെ അതെ, സെൻസറൈനാണോ ഉപയോഗിക്കുന്നത്? ഓഹാ, ഇതിന് ഇത്രയൊക്കെ പവർ ഉണ്ടല്ലേ. സമയം നോക്കി പോയിക്കൊണ്ടിരിക്കണ 16 മിനിറ്റ് എടുത്ത് വയലാട്ടിട്ടോ ഒറ്റടി. അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അത് നീ ബാക്കി കഴിച്ചോളൂ, ഇത് ഞാൻ തീർത്തോളാം. ഓക്കെ, നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടോളൂ കേട്ടോ. ഹെൽപ്പ്. സമയം നമുക്ക് ഏകദേശം 17 മിനിറ്റ് ആയിരുന്നു കേട്ടോ. ഇനി ഇതും കൂടി കഴിച്ചു തീർത്ത് കഴിഞ്ഞാൽ പരിപാടി ഇവിടെ കൊണ്ട് തീർന്നു. ഇതൊക്കെ കഴിച്ചിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ബോറടിക്കില്ല. അപ്പൊ നമുക്ക് കഴിക്കാനുള്ള ഐറ്റവും കൂടി ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കലൂർ കത്രിക്കടവ് റോഡിന്റെ അവിടെയുള്ള ബാസ്കിൻ റോബിൻസിലാണ് നമ്മൾ വന്നേക്കുന്നത്. സമയമുണ്ടോ? ഇനി സമയമുണ്ട്. പോട്ടെ. മൊത്തം ഐസ്ക്രീം ആയിരുന്നല്ലേ ഇത്? ഞാൻ ആദ്യം ഓർത്ത ശരിക്കും മറ്റേ കേക്ക് പോലെ ഇരിക്കുന്ന സാധനമാണ്. പക്ഷെ ഇത് മൊത്തം ഐസ്ക്രീം. ഈ സാധനമൊക്കെ പോലെ ഐസ്ക്രീം ആയിരുന്നു, മൊത്തം ഐസ്ക്രീം. നിന്നെ സമ്മതിച്ചറേ, നീ പൊളിയാളാ. നീ കിടിലൻ. നമ്മുടെ ചലഞ്ചിൽ വന്നേക്കണതിൽ കുറെ ആൾക്കാർ നൈസ് ആൾക്കാരുണ്ട്. അതേപോലത്തെ കാറ്റഗറിയിൽ നീ പെട്ടിരിക്കുന്നു. കിടിലനായിട്ട് നല്ല രീതിക്ക് ചലഞ്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നും നോക്കാനില്ല, അടിപൊളിയായിട്ട് ഒന്നും പറയാതെ കിടിലനായിട്ട് ചലഞ്ച് തീർക്കാനുള്ള മൈൻഡ് സെറ്റ് കൊണ്ടുവരും. കയ്യിൽ 500 രൂപ പോകുമെന്ന് ഓർത്തിട്ടാണോ? അതായത് 1000 എത്തിയില്ലെങ്കിൽ ഇതും കൂടി കഴിച്ച് കഴിഞ്ഞാൽ നീ കംപ്ലീറ്റ് ചെയ്ത്. ഇതും കൂടി എത്തിയില്ലായിരുന്നെങ്കിൽ ഇവൻ 500 രൂപ നമുക്ക് തന്നെ ഒന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവൻ സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ എല്ലാവരും ഫോളോ വെച്ചേക്ക്. കിടിലൻ ഫോളോവേഴ്സിനൊക്കെ എന്താ പറയുക, ബെനിഫിറ്റ് ഉള്ള രീതിക്കുള്ള ചലഞ്ചുകൾ നമ്മൾ എന്തായാലും കൊണ്ടുവരുന്നതായിരിക്കും. ഇതിപ്പോ ഇത് തന്നെ കണ്ടില്ലേ, ഇതും കൂടി തീർത്തിട്ടുണ്ട് കേട്ടോ. പറഞ്ഞിട്ടിരിക്കുമ്പോ ആള് ഇവിടെ എവിടെയും തീർത്തിട്ടിരിക്കുക.
ഇത് 2 തീർത്തിട്ടുണ്ട് കേട്ടാ. ഇനി ഇതും കൂടി തീർത്ത് കഴിഞ്ഞാൽ ചലഞ്ച് ഇവിടെ വെച്ച് തീർന്നു. നമ്മുടെ ഫോളോവേഴ്സിനൊക്കെ വേണ്ടിയുള്ള കിടിലം ചലഞ്ചുകളൊക്കെ എന്തായാലും വന്നായിരിക്കും. ഇപ്പൊ തന്നെ ഇതിൽ ഫോളോവർ ആയിരുന്നെങ്കിലും നമ്മുടെ മെയിൻ വീഡിയോ കാണുന്നവരായിരുന്നെങ്കിലും ഡബിൾ എമൗണ്ട് കിട്ടേണ്ടതാ. ഓക്കെ, ഇപ്പൊ ഇതും കൂടി കഴിച്ച് കഴിഞ്ഞാൽ തീർത്തിട്ടുണ്ട്. ഇവിടെ തീർത്തിട്ടുണ്ട്. എല്ലാം ഈ മനുഷ്യനാ. എന്ത് വേണം അല്ലേ? എന്നെ ഇങ്ങനെ പൊക്കി പറയല്ലേ. സമയം നമുക്ക് ഏകദേശം 19:46. അടുത്തത് തീർത്തണ്ടിരിക്കോ. ഇത് ഭയങ്കര കളറൊക്കെ ആണല്ലോ, കളർഫുൾ ആണല്ലോ. ഒരു സ്കൂപ്പ് എടുത്തിട്ട് ഇങ്ങനെ കാണിച്ച്. ഞാൻ അധികം ഷുഗറൊന്നും അങ്ങനെ കഴിക്കാറില്ല കേട്ടോ, അതുകൊണ്ടാണ്. എന്താ നൈസ് കളറല്ലേ, ഒരു വെറൈറ്റി കളർ. കാറിനൊക്കെ അടിച്ച് കഴിഞ്ഞാൽ പൊളിക്കും. ചോദിച്ചോ, ഇത്രയും കൂടി തീർത്ത് കഴിഞ്ഞാൽ 1015 രൂപ കിട്ടിയിരിക്കുന്നു. ഇനി നിനക്ക് പോട്ടെ ഫ്രണ്ടിലേക്ക്, നിന്റെ ഇഷ്ടമാണ്. സമയമൊക്കെ ഇവരോട് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാൻ നേരത്ത് എനിക്ക് കഴിക്കാനായിട്ട് ഞാൻ വേറൊരു സാധനം പറഞ്ഞിട്ടുണ്ട്. സിസ്ലിംഗ് എന്തായിരുന്നു കഴിക്കാം? ബ്രൗണി. സിസ്ലിംഗ് ബ്രൗണി സൺഡേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അമ്പോ സെറ്റ്. പുകയൊക്കെ പൊളി. എവിടെ ഇത് സീനാണ്. ഇത് കൊള്ളാട്ടാ, മൂഡ് സാധനം. അമ്പോ പൊളി സാധനം. ഇതെന്താ? നമ്മ പണ്ട് ഒരു ഐഫോണിന്റെ ചലഞ്ച് നേരത്തെ ചെയ്തപ്പോൾ സിസ്ലിംഗ് ചീസ് ബർഗറിന്റെ ഒരു ചലഞ്ച് നമ്മായിട്ടുണ്ടായിരുന്നു. അതേപോലത്തെ ഐസ്ക്രീം. ഇത് കൊള്ളാലോ. സിസ്ലിംഗ് ബ്രൗണി സൺഡേ. ഇവൻ ഇതൊക്കെ കഴിച്ചിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കഴിക്കാനായിട്ട് ഒരു സിസ്ലിംഗ് ചീസ് സൺഡേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. ഇത് ഇവിടത്തെ നമ്മുടെ ബാസ്കിൻ റോബിൻസ് കലൂർ കത്രിക്കടവ് റോഡിന്റെ അവിടുത്തെ സ്പെഷ്യൽ സാധനം ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഇത് കഴിക്കണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ബാസ്കിൻ റോബിൻസ് അമ്പോ പൊളി. തീയണം. ഇതിപ്പോ മിക്കവാറും എന്നെ അണ്ണാക്ക് കൊള്ളൂല. എനിക്ക് പേടിയ കഴിഞ്ഞു. നമ്മ ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇവിടെ ചെക്കൻ ഇത് തീർത്തിരിക്കുന്നു. സ്റ്റോപ്പ്. 21 മിനിറ്റും 50 സെക്കൻഡും കൊണ്ടിട്ട് ഇവൻ ഇവിടെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇത് ചലഞ്ച് ഒന്നും ആയിട്ടല്ലടാ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. 1 മിനിറ്റ് ടേസ്റ്റ് ചെയ്യല്ലേ. ആക്കൊള്ളിപ്പോയി. സിസ്ലിംഗ് ആണ്, സിസ്ലിംഗ്. അപ്പൊ പിന്നെ ചൂടുണ്ടാവാതിരിക്കുവോ? ഇവര് നല്ല ഒരു എന്താ പറയുക, ഇതിലൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ട് ക്രീമൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയാക്കി ഉണ്ടാകുന്നേക്കണത്. നല്ല ചൂടുണ്ടാ. ഒരു മിനിറ്റ് കേട്ടാ, ഇതിനൊക്കെ നല്ല ചൂടുണ്ട്. ഒരു മിനിറ്റ്. ഓ ചൂടുണ്ട്. ആ പൊളി. മസ്റ്റ് ആയിട്ടും ഉണ്ടാവും. നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ കലൂർ കൂടി പോകുവാണെങ്കിൽ നമ്മുടെ ബാസ്കിൻ റോബിൻസ് കയറി നിന്ന് കഴിച്ചു നോക്കിയാൽ മതി. മസ്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് സാധനം. പൊളി സാധനം. ഇവരിവിടെ ചലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഏകദേശം 1015 ഗ്രാം അല്ലടാ തീർത്തേക്കുന്നത്. 1015 ഗ്രാം ഇവിടെ കഴിച്ചു തീർത്തിട്ടുണ്ട്. ഇനി നിനക്ക് മുന്നോട്ട് പോകണം. ആള് കൂടിയാൽ എന്താ ഡ്യൂട്ടി അല്ലേ? മറ്റേ ഇതാണല്ലേ ഷൈ ഉണ്ടല്ലേ കുറച്ച്. ട്രെയിനാണോ നീ? ഞാൻ ട്രെയിനാണ്. ഈ സാധനം വെറുതെ പൊളിയാണ്. ഇത് മസ്റ്റ് ട്രൈ ആയിട്ട് തന്നെ കേട്ടതേ. മേലൊരു ഐസ്ക്രീം, ഈ സാധനമൊക്കെ വെച്ചിട്ട് ഓരി എടുത്ത് കൊള്ളാം. മൂടല്ലേ? അടിപൊളി. വെച്ച് താമസിപ്പിക്കുന്നില്ല, ചെക്കന് പോകണം. അത് കാരണം ചലഞ്ച് ഇവിടെ നമ്മൾ 1000 ഗ്രാം ആയിരുന്നു മാക്സിമം നമ്മൾ മിനിമം നമ്മൾ വെച്ചിട്ട്. നീ ഇപ്പം ഇങ്ങോട്ട് തരേണ്ട പൈസ ഒന്നും വേണ്ട. നമ്മൾ 1015 രൂപക്ക് 1015, അതായത് 1015 ഗ്രാം ഐസ്ക്രീം ഇവിടെ കഴിച്ചിട്ടുണ്ട് നീ. അപ്പം അത് കാരണം 1015 കറക്റ്റായിട്ടല്ല 1015 ആ കറക്റ്റായി 1015 രൂപ. നീ ഫോളോവർ ആയിരുന്നെങ്കിൽ 2030 രൂപ. അറിഞ്ഞില്ലല്ലോ. അതേപോലെ അറിഞ്ഞില്ലാത്ത സിറ്റുവേഷൻ നിങ്ങൾക്കും വരും. നിങ്ങൾ ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് വെച്ചേക്കട്ടാ. പൈസ നമ്മുടെ ട്രാൻസാക്ഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കിട്ടില്ലേ? സെറ്റ് അല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കും. ബൈ ബൈ.